നമ്മൾ പഠിക്കാൻ പോകുന്നത് ക്യാഷ് ഡിസെപ്ഷൻ അറ്റാക്കാണ്. ഈ ക്യാഷ് അല്ല, ഈ ക്യാഷ് കിട്ടും. ഈ ക്യാഷ് കിട്ടണമെങ്കിൽ നമുക്ക് ബഗ് ബൗണ്ടിയൊക്കെ ചെയ്തിട്ട് കിട്ടാവുന്നതാണ്. പക്ഷേ ബഗ് ബൗണ്ടി കിട്ടണമെങ്കിൽ അല്ലെങ്കിൽ ബൗണ്ടി കിട്ടണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യണം? ഈ ഒരു ബഗ്ഗിനെ കുറിച്ച് പ്രോപ്പറായിട്ട് പഠിക്കണം. എൻ്റെ ഏർലി സ്റ്റേജസിലൊക്കെ എനിക്ക് പറ്റിയൊരു മിസ്റ്റേക്കാണ്, പ്രോപ്പറായിട്ട് പഠിക്കില്ല. അതായത് ഡോക്യുമെൻറ്റേഷനൊക്കെ വായിക്കും, ലാബ് വായിക്കും, പക്ഷേ പിന്നെ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നോക്കില്ല. സോ നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുകയാണ്. സോ ക്യാഷ് ഡിസെപ്ഷനിലോട്ട് വരുന്ന സമയത്ത് ഇത് നിങ്ങൾക്ക് പേര് പോലെ തന്നെ ക്യാഷിൽ നിന്ന് ഉണ്ടാകുന്നൊരു വൾണറബിലിറ്റിയാണ്. സോ അപ്പോൾ ക്യാഷിങ് എങ്ങനെ വർക്ക് ചെയ്യുന്നുള്ള സംഭവം നമ്മൾ പഠിക്കണം. ഏത് നിങ്ങൾ ബഗ് പഠിക്കുകയാണെങ്കിൽ അതിൻ്റെ അണ്ടർലൈൻ വർക്കിംഗ് പ്രോപ്പറായിട്ട് പഠിക്കുക. എന്നാലേ നമുക്കിപ്പോൾ ഒരു ബഗ് വെബ്സൈറ്റിൽ കിട്ടിക്കഴിഞ്ഞാലും കൂടുതൽ ഇതിലോട്ട് ലീവറേജ് ചെയ്തിട്ട് ഇതിപ്പോൾ P4 ബഗ് ആണെങ്കിൽ അതൊരു P3 P2 എത്തിക്കാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ ഈ ഒരു പ്രോപ്പറായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് അത് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുള്ളൂ. സോ ലാബിലൊക്കെ ചിലപ്പോൾ ബേസിക് ആയിട്ടുള്ള അല്ലെങ്കിൽ ഇൻ്റർമീഡിയറ്റ് ആയിട്ടുള്ള ലെവലിലൊക്കെ ആയിരിക്കും. പക്ഷേ നമുക്ക് പ്രോപ്പറായിട്ടുള്ള വർക്കിങ്ങും കാര്യങ്ങളൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു റിയൽ വേൾഡിലൊരു പ്രോപ്പറായിട്ട് അത് കണ്ടെത്താൻ പറ്റുള്ളൂ. സോ നമുക്ക് ഫസ്റ്റ് ക്യാഷിങ്ങിനെ കുറിച്ച് പഠിക്കാം. സോ ആൾറെഡി നിങ്ങൾക്ക് ക്യാഷിങ്ങിനെ കുറിച്ച് അറിയാമെങ്കിൽ ഞാൻ ആൾറെഡി താഴെ ടൈം ലൈനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് നേരെ ക്യാഷ് ഡിസെപ്ഷൻ അറ്റാക്ക് തുടങ്ങുന്ന അങ്ങോട്ട് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് അറിയാമെന്നുള്ള കോൺഫിഡൻസ് ഉള്ളവർക്ക്. അല്ലാത്തവർക്ക് നിങ്ങൾക്ക് ഇതിലോട്ട് കാണാം. സോ നമ്മൾ കുറച്ച് റിയൽ വേൾഡ് എക്സാമ്പിളൊക്കെ വെച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നിങ്ങൾക്ക് ക്യാഷിനെ കുറിച്ചും അതിൽ CDN ഒക്കെ കുറിച്ചൊക്കെ പറഞ്ഞു തരാം. സോ നമ്മൾ ബേസിക് ആയിട്ടുള്ളൊരു ഓവർവ്യൂ ആണ് തരുന്നത്. കംപ്ലീറ്റ് ആയിട്ട് പറഞ്ഞ് വീഡിയോ ലെങ്ത്ത് കൂട്ടുന്നില്ല. സോ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് വർക്കിംഗ് ഉള്ളൊരു വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയാം, ഞാൻ സെപ്പറേറ്റ് ആയിട്ട് ഒരു വീഡിയോ ചെയ്യാം. കാരണം ഇതിലിപ്പോൾ ക്യാഷിങ്ങിൽ തന്നെ മൾട്ടിപ്പിൾ ലെയേഴ്സ് വരുന്നുണ്ട്. സോ അപ്ലിക്കേഷൻ ലെവലിലാണെങ്കിലും ഡാറ്റാ ബേസ് ലെവലിലാണെങ്കിലും അങ്ങനെയൊക്കെ വരുന്നുണ്ട്. ഓക്കെ, സോ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഈ ക്യാഷിങ് എന്നുള്ളൊരു സംഭവം എല്ലായിടത്തും നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. നമ്മുടെ ഈ വെബ്സൈറ്റ്സിൽ മാത്രമാണോ ഈ ക്യാഷിങ് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്? അല്ല, നമ്മുടെ റിയൽ ലൈഫിൽ അല്ലെങ്കിൽ ഡെയിലി ലൈഫിൽ വരെ നമ്മൾ ഈ ക്യാഷിങ്ങിൻ്റെ ഫംഗ്ഷനാലിറ്റി യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, നിങ്ങളുടെ കയ്യിലുള്ള ഫോണാണെങ്കിലും ലാപ്ടോപ്പ് ആണെങ്കിലും അതിലൊക്കെ ക്യാഷ് മെമ്മറി എന്നൊരു സംഭവമുണ്ട്. എല്ലാത്തിലും ക്യാഷിങ് ഉണ്ട്. സോ എന്തിനാണ് ഈ ക്യാഷിങ് യൂസ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതിൻ്റെ അഡ്വാൻറ്റേജസ് ആണ്. എന്നാൽ നിങ്ങൾക്ക് സിമ്പിളായിട്ട് മനസ്സിലാക്കും. സോ നമ്മൾ ക്യാഷിങ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പെർഫോമൻസ് കൂടും. സോ പെർഫോമൻസ് കൂടുകയാണെങ്കിൽ അവിടെ എന്താണ്, ടൈം സേവ് ചെയ്യാൻ പറ്റും. ഓക്കെ, അത് കണക്റ്റഡ് ആണ്. സോ ടൈം സേവ് ചെയ്യുകയാണെങ്കിൽ നമുക്കിവിടെ കോസ്റ്റും സേവ് ചെയ്യും. സോ ഇതൊക്കെ ഉണ്ടെങ്കിൽ എന്താണ്, എഫോർട്ട് അവിടെ കുറയും. സോ ഇത്രയും കാര്യങ്ങളാണ് വരുന്നത്. സോ ഇനി നമ്മുടെ ഡെയിലി ലൈഫിലോട്ട് കണക്ട് ചെയ്യാം. സോ എൻ്റെ കേസിൽ ഞാൻ ജിമ്മ് പോകുന്നതാണ്. അപ്പോൾ എനിക്കൊരു 5 to 9 eggs ഡെയിലി കൺസ്യൂം ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇത് ജിമ്മ് പോകുന്നവർക്ക് മാത്രമല്ല, സത്യത്തിൽ നോർമലായിട്ടുള്ള ഒരു ഹ്യൂമണിന് ഒരു ഇത്ര പ്രോട്ടീൻ ഗോൾസ് അച്ചീവ് ചെയ്യണമെന്നാണ്. പക്ഷെ ആരും ചെയ്യുന്നില്ല. സോ നമ്മൾ വിഷയം അതല്ലാത്തതുകൊണ്ട് അതിലോട്ട് പോകുന്നില്ല. ഈ കഥ ആരംഭിക്കുന്നതൊരു അതിപ്രകൃതി രമണീയമായിട്ടുള്ളൊരു കൊച്ചു വില്ലേജിലാണ്, പുത്തിരിക്കൽ ഗ്രാമപഞ്ചായത്ത്. ഈ കൊച്ചു വില്ലേജിലൊരു കൊച്ചു വീടുണ്ട്. ആ കൊച്ചു വീടാണ് എൻ്റെ വീട്. സോ ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് തന്നെ ഒരു പീടിയുണ്ട്, മൂസാക്കാൻ്റെ പീടിയെന്ന് പറയും. ഞങ്ങളുടെ നാട്ടിലെ ബിഗ് M ആണ്, അതുകൊണ്ടാണ് ഇവിടെ M ഇട്ട് കൊടുത്തിട്ടുള്ളത്. എല്ലാ നാട്ടിലും ഇതുപോലൊരു കട ഉണ്ടാകാറുണ്ട്, മൂസാക്കാൻ്റെ പീടിയ. നിങ്ങളുടെ നാട്ടിലുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. സോ വീടിൻ്റെ അടുത്താണെങ്കിൽ പോലും ഞാൻ ബൈക്കിലാണ് ഈ ഷോപ്പിലോട്ട് പോകാറ്. നാട്ടുകാർ പറയുന്നത് കാശിൻ്റെ കാര്യത്തിലാണ്. സോ ഐ ഡോണ്ട് കെയർ ബ്രോ. എൻ്റെ കേസിൽ വർക്കിൻ്റെ ഇടയിൽ ഒന്നും ഈ ഷോപ്പിൽ പോയിട്ട് എഗ്ഗ് വാങ്ങാമെന്ന് പറയുന്നത് പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. കാരണം എനിക്ക് ചിലപ്പോൾ ടൈം കിട്ടില്ല. പിന്നെ ബൈക്കിൽ എണ്ണ ഒഴിക്കണമല്ലോ, വെറുതെ പോയില്ലല്ലോ. എനിക്ക് ടൈമും അവിടെ വേസ്റ്റ് ആകുന്നുണ്ട്, പിന്നെ ഫ്യൂലും വേസ്റ്റ് ആകുന്നുണ്ട്. ഈ കഥ കൊല്ലത്തുള്ളൊരു വില്ലേജല്ല, ഇത് മലപ്പുറത്തുള്ള വില്ലേജാണ്. കമ്മിങ് ടു ദ പോയിൻറ്റ്. സോ എനിക്കൊന്നും പോയി വാങ്ങുക എന്നുള്ളത് പോസിബിൾ അല്ല. അതുകൊണ്ട് ഞാനിപ്പോൾ ചെയ്യാറെന്താണെന്ന് വെച്ചാൽ എൻ്റെ ബൈക്ക് എടുത്തിട്ട് നേരെ മൂസാക്കാൻ്റെ പീടിയായിട്ട് പോയിട്ട് അവിടുന്ന് 2 ട്രേ അങ്ങ് വാങ്ങും, 2 ട്രേ എഗ്ഗ് അങ്ങ് വാങ്ങും. സോ ഇപ്പോഴത്തെ കേസിൽ എന്താണ്, ഞാൻ എന്നിട്ട് ഈ ട്രേ എടുത്തിട്ട് എന്താണ്, ഞാൻ നേരെ എൻ്റെ വീട്ടിലെ ഫ്രിഡ്ജിലെടുത്ത് വെക്കും. അപ്പോൾ എനിക്ക് എപ്പോഴോ ഇത് ആവശ്യമുള്ളത്, അപ്പോൾ എനിക്ക് ഷോപ്പിൽ പോകേണ്ട ആവശ്യമില്ല, എൻ്റെ ഫ്രിഡ്ജിൽ നിന്ന് എടുത്താൽ മതി. ഫ്രിഡ്ജിൽ നിന്ന് എടുക്കുക, സാധനം കുക്ക് ചെയ്യുക, തിന്നുക, അത്രേ പണിയുള്ളൂ. പിന്നെ എന്താ വെച്ചാൽ എനിക്കവിടെ സമയം സേവ് ആവുന്നുണ്ട്, കോസ്റ്റ് സേവ് ആവുന്നുണ്ട്. കാരണം പെട്രോൾ അത്ര അടിക്കേണ്ട ആവശ്യമില്ല. പിന്നെ എനിക്ക് ബൾക്കായി വാങ്ങുന്ന സമയത്ത് കുറച്ച് ഓഫറും കിട്ടും. സോ ഇത്ര കാര്യങ്ങളാണ് വരുന്നത്. ഇപ്പോൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ അഡ്വാൻറ്റേജുമായിട്ട് ഇത് കണക്റ്റ് ആവുന്നുണ്ട്. ഓക്കെ, പിന്നെ ഇപ്പോൾ നമ്മൾ ഇവിടെ ഫ്രിഡ്ജ് എന്ന് പറഞ്ഞല്ലോ, ഈ വെബ്സൈറ്റിൻ്റെ കേസിൽ വരുന്ന സമയത്ത് ഈ ഫ്രിഡ്ജാണ് നമ്മുടെ ക്യാഷിങ് സെർവർ, അല്ലെങ്കിൽ ക്യാഷ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന സാധനമാണ് ഈ ഫ്രിഡ്ജ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഈ വെബ്സൈറ്റ്സൊക്കെ ഇപ്പോൾ എൻ്റെ കേസിൽ എന്താണ്, ഞാൻ ഈ എഗ്ഗ് ഡെയിലി കഴിക്കും, അതിലൊരു മാറ്റമില്ല. അതുകൊണ്ട് തന്നെയാണ് എനിക്ക് ബൾക്കായിട്ട് കുറേ വാങ്ങി വെക്കാൻ പറ്റും. സോ അതേപോലെ തന്നെ വെബ്സൈറ്റ്സിൽ കുറേ എപ്പോഴും മാറാത്ത ഡാറ്റാസ് ഉണ്ടാകും.
ഇപ്പോൾ ഐക്കണൊക്കെ നോക്കുകയാണെങ്കിൽ അപ്പോൾ ഐക്കൺ നമുക്ക് എപ്പോഴും വരണം. ഇപ്പോൾ ഇവിടെ കണ്ടോ, ഇവിടെ ഫിഗ്മയുടെ ഐക്കൺ വന്നിട്ടുണ്ട്. ഇതെപ്പോഴും വരേണ്ട സാധനമാണ്, പക്ഷേ ഇതെപ്പോഴും മാറില്ലല്ലോ, ഐക്കണൊന്നും എപ്പോഴും മാറില്ലല്ലോ. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ക്യാഷ് ചെയ്യാൻ പറ്റും. അതായത് എപ്പോഴും മാറാത്ത സ്റ്റാറ്റിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ സേവ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ CSS ഫയൽസ്, സ്ക്രിപ്റ്റ് ഫയൽസ്, JS ഫയൽസ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ക്യാഷ് ചെയ്ത് വെക്കാൻ പറ്റും. ഓക്കെ, ഏതാണ് ക്യാഷ് ചെയ്ത് വെക്കാത്തതെന്ന് വെച്ചാൽ ഡൈനാമിക് ആയിട്ടുള്ള ഡാറ്റാസ്. ഓക്കെ, ഇപ്പോൾ എപ്പോഴും മാറുന്ന ഡാറ്റാസ് ഒരിക്കലും ക്യാഷ് ചെയ്ത് വെക്കില്ല. പിന്നെ അതുപോലെ തന്നെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഡാറ്റാസ്, ഇപ്പോൾ ഒരു യൂസറിൻ്റെ പാസ്വേഡ്സ് അല്ലെങ്കിൽ ഇമെയിൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുന്ന സാധനങ്ങൾ സേവ് ചെയ്ത് വെക്കില്ല. പക്ഷേ ഒരു ചിന്ന പ്രോബ്ലം ഇருக்கு. ഞാൻ എഗ്ഗൊക്കെ വാങ്ങി ഫ്രിഡ്ജിലെടുത്ത് വെച്ച് ഇപ്പോൾ ടൈമും കാര്യങ്ങളൊക്കെ സേവ് ചെയ്ത് എനിക്ക് കുറച്ച് പൈസ ഒക്കെ ആയി ഞാൻ വലിയൊരു വീട് അങ്ങ് ഉണ്ടാക്കി, 5 നില വീടുണ്ടാക്കി. സോ ഇനി വെബ്സൈറ്റിൻ്റെ കേസിലോട്ട് പോകുന്ന സമയത്ത് ഒരു വേൾഡ് വൈഡ് യൂസേഴ്സ് ഉള്ളൊരു വെബ്സൈറ്റാണ്. സോ ആ വെബ്സൈറ്റിൻ്റെ യൂസേഴ്സിനൊക്കെ മാക്സിമം ഡാറ്റ ഫാസ്റ്റായിട്ട് ലാറ്റൻസി കുറഞ്ഞിട്ട് കൊടുക്കാൻ പറ്റണം, ആൻഡ് ക്യാഷിങ്ങും കൊടുക്കണം. സോ ഇതാണ് റിക്വയർമെൻറ്റ്. സോ ഇത് വന്നപ്പോൾ നിങ്ങളുടെ മനസ്സിലോട്ട് എന്തെങ്കിലും വന്നോ എന്നറിയില്ല, വന്നിട്ടില്ലെങ്കിലും പ്രശ്നമില്ല. ഇപ്പോൾ മോസ്റ്റ് മോഡേൺ വെബ്സൈറ്റ്സൊക്കെ യൂസ് ചെയ്യുന്നൊരു സാധനമാണ് CDN, കണ്ടൻറ് ഡെലിവറി നെറ്റ്വർക്ക് എന്ന് പറയും. സോ ഈ CDNനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ വേണമെങ്കിൽ കമൻറ്റ് ചെയ്യുക, ഞാൻ വീഡിയോ ചെയ്യുന്നുണ്ട്. സോ CDNൻ്റെ ഇതിനെക്കുറിച്ച് അതിലോട്ട് പോകുന്നതിനെ പറ്റി ഞാനൊരു റിയൽ വേൾഡ് എക്സാമ്പിൾ പറഞ്ഞുതരാം. സോ ഒരു വലിയ വീടാണ്, 5 നിലയൊക്കെ ഉണ്ട്, അംബാനി വൈബിലൊക്കെ. പക്ഷേ കൈമളമാഷിൻ്റെ മോനെ എല്ലാം പഠിച്ച് പൈസയൊക്കെ ഉണ്ടാക്കാൻ പഠിച്ച്, പക്ഷേ ഓരോ ഫ്ലോറിലോട്ടും ഓരോ ഫ്രിഡ്ജ് വാങ്ങണം എന്നുള്ള സാമാന്യ ബുദ്ധി ഉണ്ടായില്ല. സോ അതാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. ഇവിടെയാണ് CDNൻ്റെ യൂസിങ് വരാൻ പോകുന്നത്. സോ എനിക്ക് 5 നിലയുള്ള വീടാണ്. ഓക്കെ, 5 നിലയിലും എല്ലാവരും ജിമ്മിന് പോകുന്നവരാണ്, ഹൈലി മോട്ടിവേറ്റഡ് പീപ്പിൾസ് ആണ്. സോ എല്ലാവരും ഹൈ പ്രോട്ടീൻ ഡയറ്റിലൊക്കെയാണ് ഫോളോ ചെയ്യുന്നത്. സോ ഇത് പ്രോബ്ലം എന്ന് വെച്ചാൽ നമുക്ക് ആകെ ഒറ്റ ഫ്രിഡ്ജേ ഉള്ളൂ. ഇത് അത്യാവശ്യം വലിയ ഫ്രിഡ്ജൊക്കെ തന്നെയാണ്, ബട്ട് സാധനങ്ങളൊക്കെ ഇവിടെ, എഗ്ഗൊക്കെ ഇവിടെ ഉണ്ട്. പക്ഷേ ഈ പുള്ളിക്ക് എന്താണ് അവിടുന്ന് ഇങ്ങോട്ട് വരണം. ഓക്കെ, പിന്നെ ഈ പുള്ളിക്ക് ഇവിടുന്ന് ഇങ്ങോട്ട് വരണം. ഈ പുള്ളിക്ക് പിന്നെ വലിയ സീനില്ല. ഓക്കെ, ഗ്രൗണ്ട് ഫ്ലോറിലുള്ളവർക്ക് വലിയ സീനില്ലാതെ ലാറ്റൻസി കുറഞ്ഞ് കിട്ടും. സോ ഇപ്പോൾ ഇവിടുത്തെ ആൾക്കാർക്കൊക്കെ ലാറ്റൻസി കൂടുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അതായത് ഇവർ ഇവിടുന്ന് എഗ്ഗ് എടുക്കണം. സോ അവർക്ക് അവിടെ ടൈം കുറേ പോവുകയാണ് ചെയ്യുന്നത്. ഈ ഒരു ഇഷ്യൂ, ഓക്കെ, ഈ ഒരു വെബ്സൈറ്റിൻ്റെ കേസിൽ മൾട്ടിപ്പിൾ കൺട്രീസിലുള്ള ആളുകൾക്ക് ഡാറ്റ കിട്ടുന്ന സമയത്ത് ഇതുപോലെ ലാറ്റൻസി കൂടും. സോ ആ ഒരു ഇഷ്യൂ ഒക്കെ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് CDN എന്ന് പറഞ്ഞൊരു സംഭവം ഇറക്കിയത്. CDN ഇവിടെ നമ്മൾ ഫ്രിഡ്ജായിട്ടാണ് യൂസ് ആകുന്നത്. സോ ഞാൻ എന്ത് ചെയ്ത് ഈ ഫ്രിഡ്ജ് അങ്ങ് എല്ലായിടത്തും അങ്ങ് വാങ്ങി വെച്ച്. ഓക്കെ, ഇപ്പോൾ എന്താ സംഭവിച്ചു വെച്ചാൽ ലാറ്റൻസി കുറഞ്ഞ്. സോ ഇതിന് ആൾറെഡി ക്യാഷിങ് എന്ന സംഭവം ഉണ്ട് നമുക്കറിയാം. സോ ലാറ്റൻസി കുറഞ്ഞു. ഇനിയിപ്പോൾ എന്താണ്, ഇവനക്ക് എഗ്ഗ് ആണെങ്കിൽ നേരെ ഇവിടുന്ന് പോയി എടുക്കാം, ലാറ്റൻസി കുറഞ്ഞു. ഇവിടുന്ന് ആണെങ്കിൽ ഇവനക്ക് നേരെ പോയി എടുക്കാം, ഇവനാണെങ്കിൽ ഇവൻ്റെ നിന്ന് എടുക്കാം. സോ ഇവിടുന്ന് ലാറ്റൻസി കുറഞ്ഞു. ഈ ഒരു പണി തന്നെയാണ് CDN ചെയ്യുന്നത്. സോ കണ്ടൻറ് ഡെലിവറി നെറ്റ്വർക്ക്, അതായത് CDN ചെയ്യുന്നതെന്ന് വെച്ചാൽ ലോകത്ത് മൊത്തമായിട്ട് അവർക്ക് കുറേ ഡാറ്റാ സെൻറ്റേഴ്സ് ഉണ്ട്. സോ ഇപ്പോൾ ഇന്ത്യയിലൊരു യൂസർ ഉണ്ട്, അല്ലെങ്കിൽ അമേരിക്കയിലൊരു യൂസർ ഉണ്ടെങ്കിൽ അവർ ഡാറ്റ റിക്വസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അവർക്ക് അവരുടെ റീജിയൺ അടുത്തായിട്ടുള്ള സ്ഥലത്തു നിന്നായിരിക്കും ഡാറ്റ വരുന്നത്. അതായത് ഇപ്പോൾ CDN ഇപ്പോൾ ഇന്ത്യയിൽ നിന്ന് റിക്വസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അവർക്ക് ചിലപ്പോൾ മുംബൈയിലുള്ള ഡാറ്റാ സെൻറ്ററിൽ നിന്നായിരിക്കും ഡാറ്റ വരുന്നത്. സോ അതുപോലെ തന്നെ അവർക്ക് അതിൽ ക്യാഷ് ചെയ്യാനും ചെയ്യുന്നുണ്ട്. സോ ഇതാണ് CDNൻ്റെ ഒരു ബേസിക് ഓവർവ്യൂ. സോ CDN യൂസ് ചെയ്യുന്ന സമയത്ത് CDNന് ക്യാഷിങ് ക്യാപ്പബിലിറ്റി ഉണ്ട്, അതുപോലെ തന്നെ ലാറ്റൻസി കുറയും. കാരണം എന്ന് വെച്ചാൽ ആ യൂസറിൻ്റെ അടുത്തുള്ള ലൊക്കേഷനിൽ നിന്നായിരിക്കും ഡാറ്റ വരുന്നത്. കാരണം ദൂരെയുള്ളൊരു സ്ഥലത്തു നിന്നാണെങ്കിൽ അവിടുന്ന് ഡാറ്റ ട്രാവൽ ചെയ്ത് വരേണ്ട ഒരു ടൈമും ലാറ്റൻസി എങ്ങനെയായാലും വരും. ഇപ്പോൾ നമ്മൾ ക്യാഷിങ്ങിനെ കുറിച്ചും CDNനെ കുറിച്ചും ഒരു ബേസിക് ആയിട്ടുള്ളൊരു ഓവർവ്യൂ കിട്ടി. എന്തായാലും വീഡിയോൻ്റെ അഭിപ്രായം പറയാം. ഞാൻ ഇത്രയും എഫേർട്ട് ഇടുന്നതാണ്. സോ ഇത് മനസ്സിലാവുന്നുണ്ടോയെന്ന് അറിയില്ല. ഞാനൊരു പുതിയൊരു ഇംപ്ലിമെൻറ്റ് ചെയ്യുകയാണ്. ഇത് യൂസ്ഫുൾ ആണെങ്കിൽ കമൻറ്റ് ചെയ്യുക. പിന്നെ എന്തായാലും വീഡിയോ ലൈക്ക് ചെയ്യാം. സോ നമ്മളെല്ലാ വീഡിയോസിനും ആരും ലൈക്ക് ചെയ്യുന്നില്ല, കുറേ വ്യൂസ് ഉണ്ട്, പക്ഷേ ആരും ലൈക്ക് ചെയ്യുന്നില്ല. ക്യാഷ് ഡിസെപ്ഷൻ അറ്റാക്ക് എന്താ ഞാൻ സിമ്പിളായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തുതരാം. സംഭവം എന്താണെന്ന് വെച്ചാൽ CDNസിനെ അല്ലെങ്കിൽ ക്യാഷിംഗ് സെർവേഴ്സിനൊക്കെ ട്രിക്ക് ചെയ്യിപ്പിച്ചിട്ട് സെൻസിറ്റീവ് ആയിട്ടുള്ള ഡാറ്റ ഒരു സ്റ്റാറ്റിക് ഫയലാണ് എന്ന് തെറ്റിദ്ധരിപ്പിച്ചിട്ട് അതിനെ ക്യാഷിംഗ് സെർവറിൽ സേവ് ചെയ്യിപ്പിക്കുന്നതാണ് ഈ ഒരു ക്യാഷ് ഡിസെപ്ഷൻ അറ്റാക്ക് എന്ന് പറയുന്നത്. സോ അത് എങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. സോ ഈ ഒരു ഗ്രാഫിലോട്ട് നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാൻ കഴിയും അറ്റാക്കർ ഒരു URL വിക്ടിമിന് അയച്ചു കൊടുത്തിട്ടുണ്ട്. ഓക്കെ, /account.php /non-existent.jpg. ഈ ഒരു /account.php എന്ന് പറയുന്നത് ഇപ്പോൾ ലീഡ് കോഡിൽ എൻ്റെ പ്രൊഫൈൽ കണ്ടോ, ഇതേപോലെ പ്രൊഫൈൽ എന്നുള്ളതാണ്. ഓക്കെ, സോ ഈ ഒരു .php എന്നൊക്കെ വരുന്നത് ഓരോ ഫ്രെയിം വർക്കിന് ഇതിന് അനുസരിച്ചിട്ടാണ്. സോ ഇവിടെ എക്സ്റ്റൻഷൻസ് ഒന്നും കാണുന്നില്ല. ഓക്കെ, സോ ഇങ്ങനൊരു ഫയലാണ്. ഓക്കെ, ഇങ്ങനൊരു URL പുള്ളി എന്താ ചെയ്ത് വെച്ചാൽ എന്തെങ്കിലുമൊക്കെ ഒരു പേര് കൊടുത്തിട്ട്, ഇപ്പോൾ ഇവിടെ നോൺ എക്സിസ്റ്റൻ്റ് ആണ് വെച്ചിട്ട് അതേപോലെ കൊടുക്കണമെന്നില്ല, അത് എന്ത് പേരും കൊടുക്കാം. എന്തെങ്കിലുമൊക്കെ പേര് കൊടുത്തിട്ടൊരു JPG എന്നുള്ളൊരു സംഭവം കൊടുത്ത്.
സോ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു CDNs അല്ലെങ്കിൽ കാഷിംഗ് സെർവേഴ്സൊക്കെ സ്റ്റാറ്റിക് ഫയൽസ് ക്യാഷ് ചെയ്ത് വെക്കുന്നത്. സോ എങ്ങനെയാണ് ഈ സ്റ്റാറ്റിക് ഫയൽസൊക്കെ ക്യാഷ് ചെയ്ത് വെക്കുന്നത്? അതായത് ഈ CDNസിനൊക്കെ റൂൾസ് ഉണ്ടാകും. CDNs പൊതുവേ ഡിഫാൾട്ടായിട്ട് ചെയ്യുന്നത് വെച്ചാൽ URL ബേസ് ചെയ്തിട്ടാണ് ക്യാഷ് ചെയ്ത് വെക്കുന്നത്. സോ അതിൽ റൂൾസിലുണ്ടാകും ഈ ടൈപ്പ് എക്സ്റ്റൻഷൻസൊക്കെ URL അല്ലെങ്കിൽ HTTP ഹെഡേഴ്സിൽ വരുന്നുണ്ടെങ്കിൽ അങ്ങനത്തെ സാധനങ്ങളൊക്കെ അതിൻ്റെ റെസ്പോൺസൊക്കെ സേവ് ചെയ്ത് വെക്കുക, ആ URLന് കറസ്പോണ്ടിങ് ആയിട്ട് സേവ് ചെയ്ത് വെക്കുക എന്നുള്ളൊരു സംഭവം ചെയ്യുന്നുണ്ട്. സോ ഇപ്പോൾ ഇവിടെ ചെയ്യുന്നതെന്ന് വെച്ചാൽ അറ്റാക്കർ എന്താ ചെയ്യുന്നത് വെച്ചാൽ /non-existent.jpg എന്നുള്ളൊരു ഇത് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ എന്താണ് ഈ കാഷിംഗ് സെർവേഴ്സ് വിചാരിക്കും ഇതൊരു സ്റ്റാറ്റിക് ഫയലാണെന്ന്. സോ സ്റ്റാറ്റിക് ഫയലാണെന്ന് വിചാരിച്ചിട്ട് ആ ഒരു സെൻസിറ്റീവ് ഡാറ്റ അവിടെ സേവ് ചെയ്ത് വെക്കും. അതാണ് ഇവിടെ സംഭവിക്കുന്നത്. ഓക്കെ, സോ ഇവിടെ സംഭവിക്കുന്നത് വെച്ചാൽ അറ്റാക്കർ ഇങ്ങനത്തെ ഒരു URL സെറ്റ് ചെയ്ത് കൊടുക്കും. പിന്നെ കാര്യം വെച്ചാൽ ഈ .jpg എന്നുള്ളത് നിങ്ങൾ ചെക്ക് ചെയ്യണം. ഇപ്പോൾ കാഷിംഗ് സെർവേഴ്സിൽ ഏതൊക്കെ എക്സ്റ്റൻഷൻസ് ആണ് ക്യാഷ് ചെയ്ത് വെക്കുന്നുള്ളതിന് നിങ്ങൾ ചെക്ക് ചെയ്ത് വെക്കണം. പൊതുവേ ഇങ്ങനത്തെ .jpg .css ഇതൊക്കെ സേവ് ചെയ്ത് വെക്കും, കാരണം ഇത് സ്റ്റാറ്റിക് ഫയൽസ് ആയതുകൊണ്ട് തന്നെ. അതിനെക്കുറിച്ച് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താണ് സ്റ്റാറ്റിക് ഫയൽസ് അതിനെക്കുറിച്ചൊക്കെ. സോ അതിലോട്ട് ഞാൻ കൂടുതൽ പോകുന്നില്ല. സോ അതുകൊണ്ട് തന്നെ ഈ ഒരു അറ്റാക്കർ ഇങ്ങനൊരു ഇതുണ്ടാക്കി വിക്ടിമിന് അയച്ചു കൊടുത്തു. വിക്ടിമിന് ഇതിന് ക്ലിക്ക് ചെയ്ത്, സോ വിക്ടിം ഇത് ക്ലിക്ക് ചെയ്തപ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ നേരെ ഫസ്റ്റ് കാഷിംഗ് സെർവറിലോട്ട് പോകും. സോ ഈ ഒരു കറക്റ്റ് URLന് കറസ്പോണ്ടിങ്ങിന് ആയിട്ട് എന്തെങ്കിലും റെസ്പോൺസ് അതിലുണ്ടോ നോക്കും. സോ ഇല്ലാത്ത സമയത്ത് ഇവിടെ ഒരു ക്യാഷ് മിസ് വരും. സോ ക്യാഷ് മിസ് വരും. സോ എന്നിട്ട് നേരെ ഒറിജിൻ സെർവറിലോട്ട് പോകും, അതായത് നമ്മുടെ വെബ് സെർവറിലോട്ട് വരും. എന്നിട്ട് ആ ഡാറ്റ എടുക്കുന്നു. സോ ആ ഡാറ്റ എടുത്തിട്ട് നേരെ തിരിച്ചയക്കും. ഓക്കെ, സോ തിരിച്ചയക്കുന്ന സമയത്ത് കാഷിംഗ് സെർവറിൽ ഈ ഒരു URLന് ബേസ് ചെയ്തിട്ട് ഈ ഒരു ഡാറ്റ സേവ് ചെയ്ത് വെക്കും. കാരണം ഈ കാഷിംഗ് സെർവർ ഈ URLനെ കറക്റ്റായിട്ട് അങ്ങ് നോക്കും. സോ ഇവിടെ .jpg അവസാനം വന്നിട്ടുണ്ട്. സോ ഇതൊരു സ്റ്റാറ്റിക് ഫയലാണെന്ന് വിചാരിച്ചിട്ട് ആ സെൻസിറ്റീവ് ആയിട്ടുള്ള ഡാറ്റ ഈ ഒരു സെർവറിൽ, കാഷിംഗ് സെർവറിൽ അല്ലെങ്കിൽ CDNൽ സേവ് ചെയ്ത് വെക്കും. സോ എന്നിട്ട് നമ്മുടെ വിക്ടിമിന് സാധാ ഡാറ്റ കിട്ടും. ലൈക്ക് ഈ ഒരു പേജിലോട്ട് കയറുമ്പോൾ എന്താണ് ഡാറ്റ കിട്ടുന്നത്, അല്ലെങ്കിൽ അവരുടെ പ്രൊഫൈൽ പേജിലോട്ട് കയറുമ്പോൾ എന്ത് ഡാറ്റയാണ് കിട്ടുന്നത്, അതേ ഡാറ്റ തന്നെ അവർക്ക് അവിടെ കിട്ടുന്നുണ്ട്. സോ നമ്മുടെ അറ്റാക്കർ എന്ത് ചെയ്യും? അറ്റാക്കർ ഈ സെയിം URL തന്നെ വീണ്ടും അങ്ങ് കയറുന്ന സമയത്ത് എന്താ ചെയ്യുന്നത്? ഫസ്റ്റ് എന്താണ് CDNലോട്ടോ അല്ലെങ്കിൽ കാഷിംഗ് സെർവറിലോട്ട് പോകും. ഈ URL ബേസ് ചെയ്തിട്ട് ഏതെങ്കിലും ഡാറ്റ അവിടെ റെസ്പോൺസ് അവിടെ സേവ് ചെയ്തിട്ടുണ്ടോ നോക്കും. അപ്പോൾ അങ്ങനെ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താണ് വെബ് ക്യാഷ് ഹിറ്റ് കിട്ടും. സോ ഹിറ്റ് കിട്ടി കഴിഞ്ഞാൽ ആ സെയിം ഡാറ്റ നമുക്ക് നേരെ തിരിച്ചു വരും. ഓക്കെ, സോ നമുക്ക് ഒരു ഡാറ്റ ക്യാഷ് ചെയ്ത് വെക്കുന്നുണ്ടോ എന്ന് നോക്കണമെങ്കിൽ ഹെഡേഴ്സ് വെച്ച് നോക്കിയാൽ മതി. അതെന്താ ഞാൻ ലാബിൽ കാണിച്ച് തരുന്നുണ്ട്. പിന്നെ എന്താ വെച്ചാൽ ഇനീഷ്യലി കൊടുക്കുന്ന റിക്വസ്റ്റിനേക്കാൾ, അതായത് ഫസ്റ്റ് തവണ നമ്മൾ റിക്വസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കുറച്ച് ടൈം എടുക്കുന്നുണ്ട്. പിന്നെ സെക്കൻഡ് ടൈം റിക്വസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് ഡാറ്റ കിട്ടുന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം അവിടെ എന്തോ കാഷിംഗ് മെക്കാനിസം യൂസ് ചെയ്യുന്നുണ്ടത്, അങ്ങനെയും മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ ഡാറ്റ കിട്ടി. ഓക്കെ, ഇങ്ങനെയാണ് ഈ ഒരു വെബ് കാഷ് ഡിസെപ്ഷൻ അറ്റാക്ക് നടക്കുന്നത്. ഇവിടെ നിങ്ങൾ നോക്കേണ്ടത് നമ്മൾ ജസ്റ്റ് അറ്റാക്കറും CDNും മാത്രമാണ് പിന്നെ ഒരു കണക്ഷൻ, ഈ ഒറിജിൻ സെർവറിലോട്ടൊന്നും പോകുന്നില്ല. ഓക്കെ, സോ പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഈ ഒരു account.php/non-existent.jpg എന്ന് കൊടുക്കുന്ന സമയത്ത് നമ്മൾ ബ്രൂട്ട് ഫോഴ്സ് ഒക്കെ ചെയ്തിട്ട് വേണമെങ്കിൽ നമുക്ക് ഏതൊക്കെ എക്സ്റ്റൻഷൻസ് ഇവിടെ കാഷിംഗ് സെർവേഴ്സ് ക്യാഷ് ചെയ്യുന്നുണ്ട് എന്നൊക്കെ നോക്കാം. പക്ഷെ അത് മാത്രം നോക്കിയാൽ പോരാ, ഈ ഓരോ URLസും എങ്ങനെയാണ് ബാക്ക് ആൻഡ് സെർവർ പാർസ് ചെയ്യുന്നതും കൂടി നോക്കണം. ഓക്കെ, അപ്പോൾ കാഷിംഗ് റൂൾസ് മാത്രം നോക്കിയാൽ പോരാ, ബാക്ക് എൻഡിൽ ഏത് ഫ്രെയിം വർക്കാണ് അല്ലെങ്കിൽ ഏത് ടെക്നോളജിയാണ് യൂസ് ചെയ്യുന്നതെന്ന് നോക്കണം. കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ മോസ്റ്റ് ട്രഡീഷണലായിട്ട് വെബ് സെർവേഴ്സൊക്കെ യൂസ് ചെയ്യുന്നത് ഫയൽ ബേസ്ഡ് റൗട്ടിംഗ് ആണ്. സോ ഫയൽ ബേസ്ഡ് റൗട്ടിങ്ങിൻ്റെ എന്താണ്? ഇപ്പോൾ നമുക്കൊരു പാത്ത് ഉണ്ടെങ്കിൽ, ഒരു വെബ്സൈറ്റ് പാത്ത് ഉണ്ടെങ്കിൽ, ഈ പാത്ത് ഡയറക്റ്റ്ലി സെർവറിലുള്ളൊരു പാത്തായിരിക്കും. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഈ ഒരു account.php എന്ന് റിക്വസ്റ്റ് ചെയ്യുകയാണെങ്കിൽ എന്താ ചെയ്യുക വെച്ചാൽ, ഈ ഒരു account.php എന്നുള്ളത് വെബ് സെർവറിൽ ഉണ്ടോയെന്ന് നോക്കും. ഉണ്ടെങ്കിൽ ആ ഒരു ഡാറ്റ നമുക്ക് സെർവ് ചെയ്ത് തരാണ് അല്ലെങ്കിൽ റണ്ടർ ചെയ്ത് തരാനാണ് വെബ് സെർവേഴ്സ് ചെയ്യാറുള്ളത്. സോ ഫയൽ ബേസ്ഡ് റൗട്ടിംഗ് ആവുന്ന സമയത്ത് account.php/non-existent.jpg എന്ന് കൊടുക്കുന്ന സമയത്ത് ഇവരെന്താ ചെയ്യുക വെച്ചാൽ സെർവറിൽ ഈ ഒരു .jpg ഉണ്ടോ നോക്കും, അത് റെൻഡർ ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഇല്ല എന്നുള്ള കേസിൽ എന്താണ് നമുക്കൊരു 404 അല്ലെങ്കിൽ ഒരു എറർ പേജൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. പക്ഷേ റെസ്റ്റ്ഫുൾ APIൻ്റെ കേസിലാകുന്ന സമയത്ത് നമ്മൾ ഇതുപോലെ കുറേ റൗട്ടൊക്കെ കൊടുക്കാറുണ്ട്, v1/user/login എന്നൊക്കെ. പക്ഷേ അത് ഒരു റെപ്രസെൻറ്റേഷൻ ആയിട്ടുള്ളൊരു പാത്താണ്. അതൊരിക്കലും നമ്മുടെ ഫയൽ സിസ്റ്റത്തിലോട്ട് ലിങ്ക് ചെയ്തിട്ടോ അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടല്ല. എനിക്ക് തോന്നുന്നു ഈ ഒരു കേസിൽ റെസ്റ്റ്ഫുൾ സ്റ്റൈലാണ് അവർ യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ആയിരിക്കാം മേ ബി accounts.php എന്ന് കൊടുത്ത സമയത്ത് ഈ non-existent.jpg അങ്ങ് ഇഗ്നോർ ചെയ്ത് വിട്ട് ആൻഡ് ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡാറ്റ വിട്ട്. ഓക്കെ, സോ ഞാനിപ്പോൾ ലീഡ് കോഡിൻ്റെ കേസിൽ ഞാനിപ്പോൾ ഇവിടെ എന്തെങ്കിലുമൊക്കെ കൊടുത്തിട്ട് .css എന്ന് കൊടുക്കുകയാണെങ്കിൽ എൻ്റർ അടിച്ച്, സോ ആ ഒരു സമയത്ത് കണ്ടു ഇവിടെ ഫ്രണ്ട് എൻഡിൽ തന്നെ റിമൂവ് ചെയ്ത് കളഞ്ഞ്. സോ ഒരു URL ഇങ്ങനെ കൊടുക്കുന്ന സമയത്ത് എങ്ങനെയാണ്
ആപ്ലിക്കേഷൻ റെസ്പോണ്ട് ചെയ്യുന്നതും കൂടി നോക്കുക എന്നതാണ് ഞാൻ ഉദ്ദേശിച്ചത്. സോ ഇവിടെ ഫ്രണ്ട് എൻഡ് തന്നെ റിമൂവ് ചെയ്ത് ചിലപ്പോൾ ചിലത് ഫ്രണ്ട് എൻഡിൽ നിന്ന് റിമൂവ് ചെയ്യില്ല, പക്ഷേ ബാക്ക് എൻഡ് പോകുന്ന സമയത്ത് ഫയൽ ബേസ്ഡ് റൗട്ടിംഗ് ആണെങ്കിൽ നമുക്ക് 404 എറേഴ്സും കാര്യങ്ങളൊക്കെ വരാം. സോ റെസ്റ്റ്ഫുൾ കേസിലാണെങ്കിൽ മേ ബി അത് ഇഗ്നോർ ചെയ്യാം. പക്ഷേ വേറെയും കുറേ ടെക്നിക്സ് ഉണ്ട് ഇനിയിപ്പോൾ ഫയൽ ബേസ്ഡ് റൗട്ടിംഗ് ആണെങ്കിൽ എങ്ങനെ ചെയ്യുക എന്നുള്ളതൊക്കെ. സോ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ പോർട്സുഗർ ലാബിലുള്ള ഈ എക്സ്പ്ലോയിറ്റിംഗ് പാത്ത് മാപ്പിംഗ് ഡിസ്ക്രിപ്പൻസീസ് നോക്കാം. ഓക്കെ, പാത്ത് മാപ്പ് ചെയ്യുന്നതിൻ്റെ ഇൻകൺസിസ്റ്റൻസീസ് കാരണം നമുക്ക് അതിനെ കാഷിങ് നമ്മുടെ ഒറിജിൻ സെർവറിനെ ഇഗ്നോർ ചെയ്യിപ്പിക്കാൻ പറ്റും. ഓക്കെ, ഇവിടെ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഒറിജിൻ സെർവർ ഈ ഒരു നോൺ എക്സിസ്റ്റൻറ്റ് ഡോട്ട് JPGനെ ഇഗ്നോർ ചെയ്യുന്നു. പക്ഷേ നമ്മുടെ കാഷിങ് സെർവേഴ്സ് എന്താണ് ഇതിനെ ഒറ്റൊരു URL ആയിട്ട് ഈ നോൺ എക്സിസ്റ്റൻറ്റ് ഡോട്ട് JPGനെ ഇഗ്നോർ ചെയ്യാതെ ഒറ്റൊരു URL ആയിട്ട് കൺസിഡർ ചെയ്യും. ആ ഒരു സമയത്ത് ലാസ്റ്റ് ഡോട്ട് JPG എന്ന എക്സ്റ്റൻഷൻ കണ്ടപ്പോൾ അതൊരു സ്റ്റാറ്റിക് ഫയലാണെന്ന് വെച്ചിട്ട് ആ ഒരു സംഭവം അവിടെ ക്യാഷ് ചെയ്ത് വെച്ച്. സോ ബേസിക്കലി ഇതാണ് നടക്കുന്നത്. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. സോ ഇനി നമുക്ക് ലാബ് ചെയ്യാം. സോ ലാബ് ചെയ്യുന്നതിന് മുന്നേ എനിക്ക് നിങ്ങളോട് പറയാനുള്ളതെന്ന് വെച്ചാൽ പോർട്സുഗർത്തെ ഈ ഒരു ഡോക്യുമെൻറ്റേഷൻ നോക്കണം. ഞാൻ ജസ്റ്റ് ഒരു ഓവർവ്യൂ മാത്രമാണ് തന്നിട്ടുള്ളത് ഈ ഒരു വീഡിയോയിൽ. നിങ്ങൾക്ക് കൂടുതൽ വീഡിയോസ് വേണമെങ്കിൽ കമൻറ്റ് ചെയ്താൽ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യാം. നമുക്ക് നോക്കാം എങ്ങനെയാണ് ഒരു വെബ്കാസ്റ്റ് ഡിസ്ക്രിപ്ഷൻ അറ്റാക്ക് കൺസ്ട്രക്ട് ചെയ്യുക എന്നുള്ളത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങളൊരു വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഡൈനാമിക് ആയിട്ട് റെസ്പോൺസ് കിട്ടുന്ന ഒരു എൻഡ് പോയിന്റ് കണ്ടുപിടിക്കുക, ഒരു API എൻഡ് പോയിന്റ് കണ്ടുപിടിക്കുക. സോ അത് ഡൈനാമിക് ആയിട്ട് റെസ്പോൺസ് കിട്ടുന്നത് മാത്രം പോരാ, അതിൽ സെൻസിറ്റീവ് ആയിട്ടുള്ള ഇൻഫോർമേഷനും വേണം. പിന്നെ നിങ്ങൾ ചെയ്യേണ്ടത് എങ്ങനെയാണ് ഓരോ URLനെ എങ്ങനെയാണ് ഒറിജിൻ സെർവറും കാറ്റ് സെർവറും പാർസ് ചെയ്യുന്നത് എന്നൊക്കെ നോക്കണം. സോ നമുക്ക് എന്തായാലും ഒരു ഇതിലോട്ട് പോകാം, ലാബിലോട്ട് പോകാം. സോ ഇതിൻ്റെ പേര് എക്സ്പ്ലോയിറ്റിംഗ് പാത്ത് മാപ്പിംഗ് ഫോർ വെബ് കാസ്റ്റ് ഡിസെപ്ഷൻ എന്നുള്ളതാണ്. സോ ഞാൻ അറ്റാക്ക് കൊടുത്തു. ഞാൻ ബ്രൗസർ തന്നെയാണ് എടുത്തിട്ടുള്ളത്, ഈ വെബ്സൈറ്റിൻ്റെ ബ്രൗസർ തന്നെയാണ് എടുത്തിട്ടുള്ളത്. സോ ഞാനിവിടെ മൈ അക്കൗണ്ട് കൊടുക്കുന്നു. സോ നമ്മളിവിടെ എഴുതിയിട്ടുണ്ട് വെയ്നർ പീറ്റർ എന്നുള്ള പാസ്വേഡ് ഇത് യൂസ് ചെയ്ത് നമുക്ക് ലോഗിൻ ചെയ്യുക എന്നുള്ളത്. സോ ഈ ഒരു ലാബ് സോൾവ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ കാർലോസ് എന്ന യൂസറിൻ്റെ API കീ കണ്ടുപിടിക്കണം. ഓക്കെ, സോ അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നത് വെച്ചാൽ ഇവിടെ ഫസ്റ്റ് നമ്മളത് തന്നിട്ടുണ്ടല്ലോ, അത് വെച്ചിട്ട് നമുക്ക് ലോഗിൻ ചെയ്ത് നോക്കാം. വെയ്നർ പീറ്റർ. സോ അത് ഇതാക്കിയപ്പോൾ യുവർ യൂസർ നെയിം ഈസ് വെയ്നർ എന്നൊക്കെ പറഞ്ഞു വന്നിട്ടുണ്ട്. സോ ഫസ്റ്റ് നമുക്ക് നോക്കേണ്ടതെന്ന് വെച്ചാൽ എന്താണ്, ഫസ്റ്റ് നമ്മളൊരു ഇത് കിട്ടിക്കഴിഞ്ഞ് സോ നമുക്ക് നമ്മുടെ എൻഡ് പോയിൻ്റ് കിട്ടി. ഓക്കെ, ഇതൊരു ഡൈനാമിക് ആയിട്ടുള്ളൊരു സംഭവമാണ്, അതിൻ്റെ സെൻസിറ്റീവ് ഇൻഫോർമേഷൻ ഇവിടെ ഉണ്ട്. സോ ഇനി നമുക്ക് നോക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ ബാക്ക് എൻഡ് സെർവർ അല്ലെങ്കിൽ ഒറിജിൻ സെർവർ എങ്ങനെയാണ് ഈ ഒരു പാത്തിനെ പാർസ് ചെയ്യുന്നത് നോക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ഇവിടെ വെറുതെ ആസ്ട്ര എന്നുള്ളൊരു സംഭവം കൊടുത്ത്, സോ അങ്ങനെ കൊടുത്തപ്പോഴും അതെന്താണ് നമുക്ക് സെയിം റെസ്പോൺസ് തന്നെയാണ് കിട്ടിയത്, മുന്നേ ഉള്ള അതേ റെസ്പോൺസ് തന്നെയാണ് കിട്ടിയത്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് അവിടെ ഫയൽ ബേസ്ഡ് റൗട്ടിംഗ് അല്ല വരുന്നത് എന്നുള്ളത്. സോ ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ അറിയണമെങ്കിൽ നിങ്ങൾ ഇവിടെ നോക്കാം. സോ ഇവിടെ ഡെലിമിറ്റർ ഡിസ്ക്രിപ്പൻസീസ് എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും ക്വസ്റ്റ്യൻ മാർക്കും അതുപോലെ തന്നെ സെമി കോളൻസൊക്കെ യൂസ് ചെയ്തിട്ട് ഇതിനെ ഇഗ്നോർ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. സോ ഇവിടെ നോക്കാം പാത്ത് മാപ്പിംഗ് ഡിസ്ക്രിപ്പൻസീസ് എന്നുള്ള ഇതിൽ നോക്കിയാൽ മനസ്സിലാകും. സോ ഇതിനെപ്പറ്റി വീഡിയോ വേണമെങ്കിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ട് സെറ്റാക്കി വീഡിയോ ചെയ്യാം, കമൻറ്റ് ചെയ്യാം. സോ അപ്പോൾ നമുക്ക് ഈ ഒരു സംഭവം മനസ്സിലായി. സോ ഇനി ഞാനിതൊന്ന് നമ്മുടെ ഇതിലോട്ട് പോകാം. സോ നമ്മുടെ ഇത് ഞാൻ ഓൺ ചെയ്യുന്നുണ്ട്, പ്രോക്സി ഓൺ ചെയ്തിട്ടുണ്ട്. സോ പ്രോക്സി ഓൺ ചെയ്തിട്ട് ഞാൻ ഒന്ന് റീഫ്രഷ് ചെയ്യുന്നു. റീഫ്രഷ് ചെയ്യുന്ന സമയത്ത് സോ ഈ ഒരു റെസ്പോൺസാണ് നമുക്ക് വേണ്ടത്. ഞാൻ റിപ്പീറ്ററിലോട്ടിട്ട് ഇട്ട സമയത്ത് ഞാനിത് ജസ്റ്റ് സെൻഡ് ചെയ്യുന്നു. ഓക്കെ, സെൻഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഓക്കെയാണ് വരുന്നത്. ഇവിടെ ക്യാഷ് അഡ്രസ്സ് ഒന്നും നമുക്ക് കാണാൻ പറ്റുന്നില്ല. സോ നമുക്ക് മനസ്സിലായി ഈ ഒരു ഡാറ്റ ക്യാഷ് ചെയ്തിട്ടില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് ഞാൻ ജസ്റ്റ് ഏതെങ്കിലും ഒരു സ്റ്റാറ്റിക് ഫയൽസിൻ്റെ എക്സ്റ്റൻഷൻ ഒന്ന് ജസ്റ്റ് ഇട്ട് നോക്കാം. സോ ഞാൻ ജസ്റ്റ് .css എന്നിട്ട് കൊടുത്ത് സെൻഡ് ചെയ്ത് ആ ഒരു സമയത്ത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും ക്യാഷ് കൺട്രോൾ മാക്സിമം ഏജ് 30 സെക്കൻഡ് വരെയാണ് ഇതിനുള്ളത്. അതുപോലെ തന്നെ എക്സ് ക്യാച്ച് മിസ്സാണ് വന്നിട്ടുള്ളത്. സോ സ്റ്റാറ്റിക് ഫയലിൻ്റെ ഒരു എക്സ്റ്റൻഷൻ ഇട്ട് കൊടുത്തപ്പോൾ അത് നേരെ ക്യാഷിംഗ് സെർവറിലോട്ട് പോയി. ഫസ്റ്റ് ക്യാഷിംഗ് സെർവറിലോട്ട് പോയപ്പോൾ അതിലാണ് എക്സ് ക്യാച്ച് മിസ്സാണ്, കാരണം അതിൽ ക്യാഷിംഗ് സെർവറിൽ ഡാറ്റ ഇല്ല. ഓക്കെ, അതുകൊണ്ടാണ്. സോ ഞാൻ ഒന്നും കൂടി ഇതൊന്ന് സെൻഡ് ചെയ്ത് കൊടുത്ത സമയത്ത് നിങ്ങൾക്ക് കാണാൻ കഴിയും എക്സ്കാറ്റ് ഹിറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ ഈ ഒരു ഡാറ്റ വരുന്നത് ക്യാഷിംഗ് സെർവർ എന്നാണ്. ഓക്കെ, മുന്നേ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ വീണ്ടും കൊടുക്കുകയാണെങ്കിൽ ഇപ്പോൾ വീണ്ടും മിസ്സായി, വീണ്ടും കൊടുത്തപ്പോൾ ഹിറ്റായി. ഇപ്പോൾ ഹിറ്റാണ് വരുന്നത്. കാരണം എന്ന് വെച്ചാൽ ഇതിനൊരു ഏജ് ഉണ്ട്, മാക്സ് ഏജ് ഈ 30 സെക്കൻഡാണ്. അത് കഴിഞ്ഞാൽ അത് എക്സ്പയർ ആയി പോകും. ഓക്കെ, അതുകൊണ്ടാണ് നേരത്തെ ഒരു മിസ്സ് വന്നത്. ഇപ്പോൾ ഈ ഒരു സംഭവം മനസ്സിലായി. ഓക്കെ, ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ എന്താണ്, ടു സോൾവ് ദീസ് ലാബ് ഫൈൻഡ് ദ API കീ ഓഫ് കാർലോസിൻ്റെ API കീ നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ സോ നമ്മുടെ കാർലോസിന് എന്താണ് ഈ ഒരു സാധനം സെൻഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എക്സ്പ്ലോയിറ്റ് സെർവർ എടുക്കാം. സോ എക്സ്പ്ലോയിറ്റ് സെർവറിലോട്ട് പോകുന്ന സമയത്ത് ഓക്കെ
നിങ്ങൾ ഇവിടുത്തെ ഒരു URL എടുക്കുക. സോ ഞാൻ URL ഇവിടെ എടുത്ത് കോപ്പി ചെയ്ത്, സോ ഇവിടെ ജസ്റ്റ് /astra എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ഇങ്ങനെ ആയാൽ അത് നമ്മുടെ വെബ് കാഷ് സെർവേഴ്സ് ഇതിനെ ക്യാഷ് ചെയ്ത് വെക്കില്ല. സോ ഞാൻ .css എന്നുള്ളൊരു ഫയൽ നെയിമും കൂടി കൊടുക്കുന്നുണ്ട്. ബട്ട് ഞാൻ ഇങ്ങനെ കൊടുക്കുന്നില്ല, കാരണം ഞാൻ മുന്നേ ആൾറെഡി ഇത് ക്യാഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ബട്ട് നമ്മുടെ കേസിൽ ഇതിൻ്റെ മാക്സ് ചെയ്യുന്നത് 30 സെക്കൻഡ് വരെ നിൽക്കുള്ളൂ. അതുകൊണ്ട് വലിയ പ്രശ്നമില്ല. സ്റ്റിൽ വേറെ ഇഷ്യൂസൊന്നും നിങ്ങൾ നോക്കുന്ന സമയത്ത് ചിലപ്പോൾ വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് നിങ്ങളെന്താ ചെയ്യേണ്ടത് വെച്ചാൽ വേറെ എന്തെങ്കിലും ഫയൽ നെയിം കൊടുക്കുക. അതായത് ആൾറെഡി ക്യാഷ് ചെയ്യാത്തത് എന്തെങ്കിലും കൊടുക്കുക. സോ ഞാൻ 001 എന്ന് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, സോ ഈ ഒരു URL നമ്മുടെ ഡാറ്റ ഒന്നും ക്യാഷ് ചെയ്തിട്ടില്ല. സോ അപ്പോൾ നമുക്ക് പേടിക്കേണ്ട ആവശ്യമില്ല, നമ്മുടെ വിക്ടിമിന് നമ്മുടെ ഡാറ്റ കിട്ടുമെന്നുള്ളത്. സോ എപ്പോഴും നമ്മൾ ക്യാഷ് ചെയ്യാത്ത URL അയച്ചു കൊടുക്കുക എന്നുള്ളതിന് വേണ്ടിയിട്ടാണ് ഞാനിത് കാണിച്ചു തന്നത്. സോ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ URL ഇട്ട് കൊടുത്താൽ കാര്യമല്ല. അപ്പോൾ നമ്മൾ ഇതൊരു സ്ക്രിപ്റ്റ് എഴുതണം. ഓക്കെ, ഞാനൊരു സ്ക്രിപ്റ്റ് ചെയ്തിട്ടുണ്ട്. സോ സ്ക്രിപ്റ്റിൽ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ window.location.href എന്നുള്ളൊരു ഇത് കൊടുത്തിട്ട് നമ്മൾ ഇതിലോട്ട് റീഅസൈൻ ചെയ്യുകയാണ് ചെയ്യുന്നത്. അതായത് ഈ ഒരു URL ഇപ്പോൾ ഡെവലപ്പേഴ്സൊക്കെ ഉള്ളവർക്കാണെങ്കിൽ അറിയാവുന്നുണ്ടാകും. നിങ്ങൾ window.location.href യൂസ് ചെയ്തിട്ടാണ് ഒരു ബട്ടണൊക്കെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് റീഡയറക്റ്റ് ചെയ്യിപ്പിക്കുന്നത്. റിയാക്റ്റിൽ ഇങ്ങനെ യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല, ഇങ്ങനെ യൂസ് ചെയ്യുന്നത് ബെസ്റ്റ് പ്രാക്ടീസും അല്ല. ഓക്കെ, സോ windows.location.hrefനെ കുറിച്ച് കൂടുതൽ അറിയണമെങ്കിൽ ജസ്റ്റ് നിങ്ങൾ കൊടുത്താൽ മതി. സോ ഇത് ജാവാസ്ക്രിപ്റ്റിലുള്ളതാണ്. സോ നിങ്ങൾ നോർമലി ഒരു ജസ്റ്റ് ഒരു ഇത് ഉണ്ടെങ്കിൽ, വെബ്സൈറ്റ് ഉണ്ടെങ്കിൽ അതിൽ window.location.href എന്ന് അടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ കറൻറ്റ് വെബ്സൈറ്റിൻ്റെ URL ആയിരിക്കും കിട്ടുക. ഓക്കെ, സോ നമ്മളിവിടെ അതിനെ റീഅസൈൻ ചെയ്തിട്ട് വേറൊരു URL കൊടുക്കുകയാണ്. അപ്പോൾ ബ്രൗസർ ആ ഒരു URLോട്ട് റീഡയറക്റ്റ് ചെയ്യും. സോ നിങ്ങൾ കൊടുക്കുന്ന സമയത്ത് ഈ ഒരു പാലോഡ് ക്രാഫ്റ്റ് ഇവിടെ ഈ ഒരു ഇതിൽ ക്രാഫ്റ്റ് ചെയ്യുന്ന സമയത്ത് ജസ്റ്റ് സ്പേസ് ഒന്നും ഇടാതിരിക്കുക. ഓക്കെ, ഞാൻ മുന്നേ ഈ ലാബ് ചെയ്ത സമയത്ത് ഞാൻ VS കോഡിലൊക്കെ ചെയ്യുന്ന മാതിരി സ്പേസ് ഒക്കെ ഇട്ടിട്ടാണ് കൊടുത്ത്. ലൈക്ക് ഇവിടെയൊക്കെ സ്പേസ് ഇട്ട് കൊടുത്ത സമയത്ത് എനിക്ക് ഈ ഒരു അറ്റാക്ക് എക്സ്പ്ലോയിറ്റ് ആയിട്ടില്ലായിരുന്നു. സോ അത് നിങ്ങൾ നോക്കാം. സോ ഞാനിത് ഈ ഒരു അറ്റാക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. സോ നമ്മളെല്ലാം ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. ഞാൻ ഈ ഒരു URL ജസ്റ്റ് കോപ്പി ചെയ്തിട്ടുണ്ട്. സോ ഞാൻ ഡെലിവർ എക്സ്പ്ലോയിറ്റ് വിക്ടിം എന്ന് കൊടുത്തു. ഓക്കെ, ഞാൻ ഇനി ഈ ഒരു URL ഇൻകോഗ്നിറ്റോ ടാബിൽ എടുക്കാൻ പോവുകയാണ്. ഓക്കെ, എന്നിട്ട് ഞാൻ എൻ്റർ കൊടുത്തു. വരുമോ നോക്കാം. സോ വന്നിട്ടില്ല. സോ എന്താണ് ഇഷ്യൂ എന്ന് നോക്കാം. മേ ബി ഇനി ഇത് വലിയ ഇതായിട്ടാണോ അറിയില്ല. ഞാൻ ജസ്റ്റ് hack.css എന്ന് കൊടുത്ത് നോക്കാം. എന്നിട്ട് ഇത് ഡെലിവർ ചെയ്ത് നോക്കാം. ഓക്കെ, സോ ഇത് ഡെലിവറി ആയിട്ടുണ്ട്. സോ ഇനി നമുക്കിതൊന്ന് എടുത്ത് നോക്കാം. യെസ്, വലിയ പേരാകുന്ന സമയത്ത് ക്യാഷ് ആവുന്നില്ല എന്ന് തോന്നുന്നുണ്ട്. അതെന്തായാലും നമുക്ക് നോക്കണം. സോ അപ്പോൾ നമുക്ക് കാർലോസിൻ്റെ API കിട്ടിയിട്ടുണ്ട്. ഇവിടെ സബ്മിറ്റ് ചെയ്യാം. സബ്മിറ്റ് ചെയ്തു. യെസ്, നമ്മൾ ലാബ് സോൾവ് ചെയ്തിട്ടുണ്ട്. സോ ഇതാണ് ബേസിക് ആയിട്ടുള്ളൊരു ക്യാഷ് ഡിസെപ്ഷൻ അറ്റാക്കിൻ്റെ ഓവർവ്യൂ എന്ന് പറയുന്നത്. സോ ഇതെങ്ങനെ പ്രിവെൻറ്റ് ചെയ്യുമെന്ന് ചോദിച്ചാൽ നമ്മുടെ CDN സെർവേഴ്സൊക്കെ ആണെങ്കിൽ URL ബേസ് ചെയ്തിട്ട് ക്യാഷ് ചെയ്യുന്നതിന് പകരം അതിൻ്റെ കണ്ടൻറ് ടൈപ്പൊക്കെ നോക്കിയിട്ട് ക്യാഷ് ചെയ്യുക എന്നുള്ളത്. പിന്നെ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇതിൽ തന്നെ കൊടുത്തിട്ടുണ്ട് എങ്ങനെയാണ് ക്യാഷ് ഡിസെപ്ഷൻ അറ്റാക്ക് പ്രിവെൻറ്റ് ചെയ്യുക എന്നുള്ളത്. അതിൽ പറയുന്നത് ക്യാഷ് കൺട്രോൾ ഹെഡേഴ്സ് എപ്പോഴും യൂസ് ചെയ്യുക, അല്ലെങ്കിൽ ഡൈനാമിക് ആയിട്ടുള്ള റിസോഴ്സിന് നോ സ്റ്റോർ അല്ലെങ്കിൽ പ്രൈവറ്റ് എന്നുള്ള ഈ ഒരു ഹെഡേഴ്സൊക്കെ യൂസ് ചെയ്യുക എന്നുള്ളതാണ് പറയുന്നത്. സോ അതുപോലെ തന്നെ ഒറിജിൻ സെർവറും ക്യാച്ച് സെർവേഴ്സും തമ്മിൽ ഈ URL പാത്സൊക്കെ പാർസ് ചെയ്യുന്ന സമയത്ത് അവിടെ ഒരു ഇൻകൺസിസ്റ്റൻസി ഇല്ലാതിരിക്കുക എന്നുള്ളതും കൂടി നോക്കുക. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. താങ്ക് യു ഗൈസ്.